ഒരു ജനകീയനാണെങ്കിൽ വിജയിച്ച് കയറാം, തെരഞ്ഞെടുപ്പിനെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന തെളിവ് കൂടിയാണ് ചാണ്ടി ഉമ്മന്റെ വിജയം. അങ്ങനെയെങ്കിൽ വരും കാലങ്ങളിൽ നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ പരീക്ഷിക്കാവുന്ന ഒരു മാതൃക കൂടിയാണ്. ചെലവ് ചുരുക്കാം, ബഹളമില്ല, വലിയ ആർപ്പുവിളികളിൽ ഒന്നുമില്ലാതെയും തെരഞ്ഞെടുപ്പ് പ്രചരണം സാധ്യമാണ് എന്ന ഈ കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസിലെയൊക്കെ യുവ നേതാക്കളുടേതുപോലെ അങ്ങനെ തീപ്പൊരിയായ ആക്രമണങ്ങളില്ല, രാഷ്ട്രീയ എതിരാളികളെ കുറിക്കുകൊള്ളുന്ന തരത്തിലുള്ള വിമർശനങ്ങളില്ല, ആരെയും ഏതെങ്കിലും തരത്തിലൊരു അപമാനിക്കുന്ന തരത്തിൽ. പലപ്പോഴും നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടപ്പോഴും ചാണ്ടി ഉമ്മനോട് നിരന്തരമായി, ഇപ്പോഴിതാ ഈ പരാജയപ്പെട്ട് നിൽക്കുന്ന കെ.വി. ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് നിരവധിയായി ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും അവിടെയൊന്നും അദ്ദേഹം ഒരു വ്യക്തിപരമായ വിമർശനത്തിന് ചാണ്ടി ഉമ്മൻ തയ്യാറായിരുന്നില്ല. ചിലരെങ്കിലും ചാണ്ടി ഉമ്മന്റെ പ്രചാരണ രീതികളെ വിമർശിക്കുകയും ചെയ്യുന്നു. ഇയാൾ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് എന്ന് ചോദിച്ചവരുമുണ്ട് പുതുപ്പള്ളിയിൽ എന്നതുകൂടി ഒന്ന് ചേർത്ത് വെക്കണം. എന്തായാലും കോൺഗ്രസിന്റെ യുവ നേതാക്കളിൽ നിന്ന്, യൂത്ത് കോൺഗ്രസിന്റെ യുവ നേതാക്കളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ മുഖം ആണ് ചാണ്ടി ഉമ്മന്റേത്. പ്രത്യേകിച്ച് നമ്മൾ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിലടക്കം ചാണ്ടി ഉമ്മൻ നടത്തിയിട്ടുള്ള പ്രചാരണ രീതികളൊക്കെ കണ്ടതുമാണ്. അവിടെയാണ് ചാണ്ടി ഉമ്മന്റെ വിജയം ഒരുപക്ഷെ മാറുന്ന രാഷ്ട്രീയത്തിന്റെ ഒരു മുഖം കൂടിയായി മാറുന്നത് എന്നതാണ് ഇപ്പോൾ പറയേണ്ടത്. ഇതാ ചാണ്ടി ഉമ്മൻ വിജയിച്ചു കയറുമ്പോൾ ആ ഭൂരിപക്ഷം 50,000 കടക്കുന്നു. പി.സി. വിശ്വനാഥ് മറ്റൊരു മുഖമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. സജിത്ത്, എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അഭിമാനിക്കാവുന്നത് ഒരു രണ്ടാം നിര നേതാക്കളുടെ വലിയൊരു പട്ടിക ഇത്തവണ ഉണ്ട് എന്നതാണ്. വിജയിച്ചു കയറിയവരിൽ നിരവധിയായ യുവാക്കൾ ഇത്തവണ നിയമസഭയിലേക്ക് എത്തുന്നുണ്ട്. വി.ടി. ബൽറാമിനെ പോലെയുള്ളവർ നിയമസഭയുടെ ഭാഗമാകുന്നു. ചാണ്ടി ഉമ്മൻ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. വി.എസ്. ജോയിയെ പോലെയുള്ളവർ മത്സരിച്ച് വിജയിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പി.സി. വിശ്വനാഥും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൊക്കെ നമുക്ക് ചെറുപ്പക്കാരൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു വലിയ നിര, മാത്യു കുഴൽനാടനൊക്കെ ആ ഭാഗമായി തന്നെ നിൽക്കുന്ന ഒന്നാണ്. അവിടേക്ക് അഭിമർക്കയെ പോലെയുള്ള ഒരു നേതാവ് എത്തുന്നു. അപ്പോൾ യുവാക്കളുടെ ഒരു വലിയ സാന്നിധ്യം ഒരുപക്ഷെ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ. അതുകൊണ്ട് അഭിലാഷ്, 2021 നിയമസഭയിൽ ഇടതുമുന്നണി വലിയ ഭൂരിപക്ഷം നേടുമ്പോഴും അവർക്ക് യുവ നേതാക്കളുടെ വലിയ നിര അവകാശപ്പെടാൻ യഥാർത്ഥത്തിലില്ല. അവിടെയും കോൺഗ്രസിനാണ് പിന്നെയും ഒരു വൈബ്രന്റ് മുഖങ്ങൾ നിയമസഭയിൽ ഉണ്ടായിരുന്നത്. നടത്തിയിരിക്കുന്നു, വിജയം ഉറപ്പിച്ചിരിക്കുന്നു. 6,969 വോട്ടുകളുടെ ലീഡുണ്ട്. ഇനി ഒരു റൗണ്ട് മാത്രമേ എണ്ണി തീരാൻ ബാക്കിയുള്ളൂ. അത് വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണന്റെ ജയം അട്ടിമറി ജയമാണ്. പ്രചരണ രംഗത്ത് പോലും വ്യത്യസ്തനായിരുന്നു, ഒറ്റയ്ക്കുള്ള പ്രചരണമായിരുന്നു. അങ്ങനെയുള്ള പ്രചരണത്തിന്റെ അവസാനവും ആ വിജയം ഉറപ്പിക്കുന്ന സാഹചര്യം പാർട്ടി കോട്ടയിൽ ഉണ്ടാകുന്നു എന്നതാണ് പയ്യന്നൂരിൽ അട്ടിമറി ജയം. പയ്യന്നൂരിൽ സംഭവിക്കുന്നതാണ്. ഒപ്പം ചാത്തന്നൂർ ശ്രദ്ധിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ചാത്തന്നൂരിൽ NDA 1486 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ ഇതുവരെ കാണാത്ത ഒരു ചിത്രം ചാത്തന്നൂരിൽ നിന്നും ഉണ്ടാകുമോ എന്നതാണ്. ഒരുപക്ഷെ ചാത്തന്നൂരിൽ ലീഡ് കുറയുന്നുണ്ട്. ബി ഗോപകുമാറിന്റെ ലീഡ് 7 വോട്ടായി കുറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ NDA ഒരുപക്ഷെ കൈവിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ചാത്തന്നൂർ അങ്ങനെ BJP വലിയ പ്രതീക്ഷ പുലർത്തുന്നതല്ല, എങ്കിലും പ്രതീക്ഷയുടെ പട്ടികയിലുണ്ട്. ഉറപ്പിക്കുന്ന വിജയമൊന്നുമല്ല. പക്ഷേ ഇതാ പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയുടെ പടയോട്ടം എന്ന നിലയിലേക്കാണോ ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. കാരണം 7000-ലധികം വോട്ടിന്റെ മേൽക്കൈയാണ് ഇപ്പോൾ ഫാത്തിമ തഹ്ലിയ അവിടെ നേടിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. അങ്ങനെയെങ്കിൽ ഫാത്തിമ തഹ്ലിയ വിജയിച്ചു കയറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ആണ് ഉണ്ടാകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതാ പയ്യന്നൂരിൽ അട്ടിമറി വിജയം എന്നത് തന്നെയാണ് ഈ മണിക്കൂറുകളിൽ എടുത്തു പറയേണ്ടത്. ഇടതു കോട്ടകളിൽ വിള്ളൽ വീണിരിക്കുന്നു എന്നതാണ്. പയ്യന്നൂരിൽ നിന്ന് വിമത സ്വരം ഉയർത്തിക്കൊണ്ട് സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങിയ ഒരാൾ വിജയിച്ചു കയറുമ്പോൾ അത് പാർട്ടിക്കേൽക്കുന്ന CPM-നേൽക്കുന്ന മുഖത്തേൽക്കുന്ന അടിയായി മാറുന്നു എന്നതാണ്. ഇടതുകോട്ടയിലെ കൊടിനാട്ടാൻ ഇവിടെ കുഞ്ഞികൃഷ്ണന് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ടത്. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണന്റെ വിജയം ഉറപ്പിക്കുന്നു. 6,969 വോട്ടിന് പയ്യന്നൂർ മുന്നിട്ട് നിൽക്കുമ്പോൾ അത് വിജയമുറപ്പിക്കുന്ന ഒന്നായി മാറുന്നു എന്നതാണ്. ഇപ്പോഴിതാ ഇടതുകോട്ടയിലെ ഏറ്റവും കനത്ത പ്രഹരം അതാണ് പയ്യന്നൂരിൽ ഉണ്ടാകുന്നത് എന്നതാണ്. ആ തീരുമാനം, അതായത് അവിടെ നിന്ന് വിമത സ്വരം ഉയർത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് പാർട്ടി ഫണ്ട്, രക്തസാക്ഷി ഫണ്ടിൽ അഴിമതി നടന്നു എന്ന വിവാദം ഉയർത്തിക്കൊണ്ട് പാർട്ടിക്കെതിരെ കൊടിയുയർത്തിയ കുഞ്ഞികൃഷ്ണൻ ഇതാ വിജയിച്ചു കയറുന്നു. ആ തീരുമാനം, അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കേണ്ടതില്ല, കുഞ്ഞികൃഷ്ണനെ തന്നെ പിന്തുണയ്ക്കാമെന്ന UDFന്റെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ തീരുമാനത്തെ കേരളം ശരിവെക്കുന്നു. പയ്യന്നൂരിലെ ജനങ്ങൾ ശരിവെക്കുന്നു. അത് വലിയ തിരിച്ചടിയായി മാറുന്നു CPIM-ന്. ഒരു പക്ഷേ ഇവിടെ മറ്റേതൊക്കെ നേതാക്കൾ വിജയിച്ചു കയറിയാലും കണ്ണൂരിലെ കോട്ടകളിൽ ഉണ്ടായിട്ടുള്ള ഈ വിജയം, കണ്ണൂരിലെ കോട്ടകൾ തകർത്തെറിയാൻ ഇപ്പോൾ UDF-ന് കൂടി സാധിക്കുന്നു എന്നത് അത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പറ്റാത്ത വലിയ തിരുത്തലുകളെ കുറിച്ച് കൂടി ആലോചിക്കേണ്ട വ്യക്തമായ സന്ദേശം കൂടിയാണ് നൽകുന്നത്.
അതാണ് സാഹചര്യം. എന്തായാലും പയ്യന്നൂരിലെ തോൽവി ഇരുത്തി ചിന്തിപ്പിക്കും, തളിപ്പറമ്പിലെ തോൽവി ഇരുത്തി ചിന്തിപ്പിക്കും. തിരുത്തുന്നത് എങ്ങനെയെന്നത് പോലും CPM വെല്ലുവിളിയാവുന്ന സാഹചര്യമാണ്. കാരണം ഏതെങ്കിലും ഒരു നേതാവിനെതിരെ അച്ചടക്ക നടപടിയെടുത്താൽ പറ്റില്ല. വിമത പ്രവർത്തനം നടത്തിയ പല മുഖങ്ങളെയും കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു തളിപ്പറമ്പിലടക്കം. പക്ഷേ സംഭവിക്കുന്നത് ഒന്നല്ല ഒന്നിലധികം മണ്ഡലങ്ങളിൽ തോൽവിയായും തിരിച്ചടിയുമായും ഭൂരിപക്ഷത്തിലടക്കം തിരിച്ചടിയുമായും പ്രതിഫലിക്കുമ്പോൾ എന്ത് നടപടി? ഇനി തിരുത്തേണ്ടത് പാർട്ടി തന്നെയല്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്ന സാഹചര്യമാണ്. പാലയിൽ വീണ്ടും ഒരു ഫോട്ടോ ഫിനിഷ് സാധ്യതയുണ്ട്. ഒരു പഞ്ചായത്ത് കൂടി അവശേഷിക്കുന്നു. ഭൂരിപക്ഷം കുറയുന്നു. 1829 വോട്ടുകളാണ്. ഒരുപക്ഷെ കാപ്പൻ വിജയിച്ചാലും നേരിയ ഭൂരിപക്ഷത്തിലുള്ള ഒരു വിജയമായി അത് മാറാനുള്ള സാധ്യതയുണ്ട്. എലിക്കുളം പഞ്ചായത്തിലെ കൗണ്ടിംഗ് ആണ് ഇനി അവശേഷിക്കും. അതായത് വളരെ കൃത്യമായ മേൽക്കൈയോടുകൂടി ഇനിയും ഒരിക്കൽ കൂടി മാണി സി കാപ്പന് നിയമസഭയിലേക്ക് എത്താൻ പറ്റുമോ? ഇതാ തിരുവനന്തപുരത്ത് CP ജോൺ മുന്നിട്ട് നിൽക്കുന്നു. 2000-ലധികം വോട്ടുകളുടെ മേൽക്കൈയാണ് ഇപ്പോൾ CP ജോൺ നേടുന്നത്. ഒരു ഘട്ടത്തിൽ കരമന ജയൻ രണ്ടാമത് എത്തുകയും പിന്നീട് CP ജോണിനെ മറികടക്കുകയും ചെയ്തിരുന്നു എന്നതാണ്. പക്ഷേ കരമന സുധീർ എന്ന സിനിമാ താരം കൂടിയായിട്ടുള്ള ഇടത് സ്ഥാനാർത്ഥി ഇപ്പോൾ ചിത്രത്തിലില്ല. കഴിഞ്ഞ തവണ ഇടത് സ്ഥാനാർത്ഥി വിജയിച്ചു കയറിയ സീറ്റിൽ അവിടെ ഇതാ ഇടത് സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നതാണ് തിരുവനന്തപുരത്തിന്റെ ചിത്രം. അങ്ങനെ CP ജോൺ ഇപ്പോൾ 2000-ലധികം വോട്ടുകൾ ആണ് നേടിയിട്ടുള്ളത്. കോട്ടയ്ക്കലിൽ ഉൾപ്പെടെ UDFന്റെ വിജയമാണ്. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ് ഏതാണ്ട് 25,000 വോട്ടുകൾക്ക് ആണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ഇരുവിപുരത്ത് വിഷ്ണുമോഹൻ 8000-ലധികം വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. എലത്തൂരിൽ വിദ്യാ ബാലകൃഷ്ണന്റെ മുന്നേറ്റമാണ് കാണുന്നത്. 8000-ലധികം വോട്ടുകൾ. കോങ്ങാട് KA തുളസിയാണ് 5000-ലധികം 5700-ൽ വോട്ടുകൾ നേടിക്കൊണ്ട് മുന്നേറ്റം തുടരുന്നു. അങ്ങനെ വിജയ സാധ്യതകൾ, അതായത് ഇനിയും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരുപക്ഷെ ഫോട്ടോ ഫിനിഷിലേക്ക് പോകുന്ന മണ്ഡലങ്ങളിലും UDFന്റെ ഒരു മേൽക്കൈ തന്നെയാണ് ഈ മണിക്കൂറുകളിൽ ഈ നിമിഷങ്ങളിൽ പ്രകടമാകുന്നത്. പുതുപ്പള്ളിയിലെ എല്ലാ കൗണ്ടിങ്ങും എല്ലാ റൗണ്ടുകളും പൂർത്തിയായപ്പോൾ 52,907 ഏകദേശം 53,000-ഓളം വോട്ടുകളുടെ വിജയമാണ് ചാണ്ടി ഉമ്മന് ഭൂരിപക്ഷം ലീഡ് അവിടെ ഉണ്ടാവുന്നത്. തന്റെ പിതാവിന്റെ ഒക്കെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് വമ്പൻ വിജയം, പുതിയ മാതൃക സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറാൻ ചാണ്ടി ഉമ്മന് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ചാണ്ടി ഉമ്മൻ UDFന്റെ മിനിസ്ട്രിയിൽ ഉണ്ടാകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. മന്ത്രിസഭയിലേക്ക് അവരൊക്കെ ഉൾപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമോ? എന്താണ് നീക്കങ്ങൾ? അതൊക്കെ വരുന്ന മണിക്കൂറുകളിലെ ശ്രദ്ധേയമാണ്. കൊല്ലത്ത് ബിന്ദു കൃഷ്ണയുടെ ജയം പ്രഖ്യാപിച്ചിരിക്കുന്നു. 14 റൗണ്ടും വോട്ടെണ്ണിയപ്പോൾ ബിന്ദു കൃഷ്ണ ജയിച്ചിരിക്കുകയാണ്. അങ്ങനെ ബിന്ദു കൃഷ്ണയുടെ കഴിഞ്ഞ 5 വർഷത്തെ അധ്വാനം ഫലം കണ്ടിരിക്കുന്നു. മുകേഷിനെതിരെ മത്സരിച്ച് തോറ്റ MLA ആയി 5 വർഷവും മണ്ഡലത്തിൽ ഓരോരുത്തരുടെയും അടുത്ത് അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ചെന്ന തോറ്റ MLA എന്ന നിലയിൽ അവിടെ പ്രവർത്തനം മികച്ചതായിരുന്നു. മുകേഷിനെ മണ്ഡലത്തിൽ കാണാനില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. വ്യക്തിപരമായിട്ടല്ല, കേരളത്തിലെ പ്രതിപക്ഷ യുവജന സംഘടനകൾ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ ജനവിരുദ്ധവും വിദ്യാർത്ഥി വിരുദ്ധവും എല്ലാ മേഖലകളിലും പരാജയപ്പെട്ടു പോയ ഒരു ഗവൺമെന്റിനെതിരെ നടത്തിയ ധീരമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും കിട്ടിയ അംഗീകാരമായിട്ടാണ് ഈ സ്ഥാനാർത്ഥിത്വത്തെയും ഈ ജനവിധിയെയും ഞാൻ കാണുന്നത്. ഇത് ജനങ്ങളുടെ അംഗീകാരവും ജനങ്ങളുടെ വിജയവുമാണ്. ഒരു റൗണ്ടിൽ പോലും മുന്നോട്ട് വരാൻ പറ്റിയിട്ടില്ല. അത്രയും വലിയ മുന്നേറ്റമാണ് അവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ജനങ്ങളുടെ പ്രായഭേദമായ വലിയൊരു പിന്തുണ കിട്ടിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായും വലിയൊരു സ്നേഹം ബാലുശ്ശേരിയിലെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തിന് ശേഷം വലിയൊരു സ്നേഹം ബാലുശ്ശേരിയുടെ സ്നേഹം അനുഭവിക്കാൻ സാധിച്ച ഒരാളാണ് ഞാൻ. അമ്മമാരുടെയും ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും അനിയന്മാരുടെയും അനിയത്തിമാരുടെയും എല്ലാവരുടെയും ഒരു സ്നേഹം, അമ്മമാരുടെ ഒക്കെ വലിയ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഒരു വിധി എഴുതി, ആ ജനവിധിയെ മാനിക്കുന്നു. ഈ സ്നേഹത്തിന് 10 മടങ്ങ് സ്നേഹം തിരിച്ചു നൽകി പ്രവൃത്തിയിലൂടെ ബാലുശ്ശേരിയിലെ ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ എക്കാലവും ഞാനുണ്ടാവും. വളരെ ചെറിയ പ്രായത്തിൽ എന്നെ വലിയൊരു അവസരം തന്ന ബാലുശ്ശേരിയിലെ ജനങ്ങളോട് കൂടെ ജീവിതകാലം മുഴുവൻ ഞാനൊപ്പം ഉണ്ടാവും. ബാലുശ്ശേരിയിലെ പ്രിയപ്പെട്ട എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി പറയുകയാണ്. ബാലുശ്ശേരിയോടൊപ്പം തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതുപോലെ എൻ്റെ പേരിൽ, എനിക്ക് വോട്ട് ചെയ്തതിൻ്റെ പേരിൽ, എനിക്കൊരു അവസരം തന്നതിൻ്റെ പേരിൽ ബാലുശ്ശേരി ഒരു കാലത്തും എവിടെയും തലകുനിക്കേണ്ടി വരില്ല. ബാലുശ്ശേരിയുടെ എല്ലാ ഇടങ്ങളിലും എല്ലാ സമയത്തും ബാലുശ്ശേരിക്കാർക്കൊപ്പം. ബാലുശ്ശേരിയിലും അവിടെ സച്ചിൻ ദേവിന്റെ തോൽവി രാഷ്ട്രീയ എതിരാളിയായ